ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. എന്താണെന്നല്ലേ? കാരമൽ കസ്റ്റേർഡ്. ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ട കാര്യങ്ങൾ: മുട്ട 4 എണ്ണം, പാല് 2 കപ്പ്, അത് 250 ml ഗ്ലാസിന്റെ അളവാണ്. പിന്നെ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. പിന്നെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒരു 4 ടീസ്പൂൺ വേണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം, 4 ടീസ്പൂണും വേണം. പിന്നെ വാനില എസൻസ് ഒരു 3-4 ഡ്രോപ്സ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട്, പാലും പഞ്ചസാരയും മുട്ടയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുക നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ 4 ടീസ്പൂൺ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുമ്പം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഇപ്പം ഞാനിന്ന് കാണിക്കുന്നത് കുക്കറിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യാന്നുള്ളതാണ്, ആ പാത്രത്തിലേക്ക് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ കാരമലൈസേഷൻ ശരിക്കും അറിയില്ലെങ്കിൽ ഈ പഞ്ചസാരയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ പഞ്ചസാര കരിയില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്നായിരിക്കും ഇത് ബ്രൗൺ അങ്ങോട്ട് ആവുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേ നമ്മളിത് മാറ്റണം, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട്. കുറച്ചൊന്ന് സമയം എടുത്താലും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. കാരമലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം കാരമലൈസ് ആയി, നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്ന് ഏത് പാത്രത്തിലാണോ ഈ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ഒഴിച്ച പാടെ ഇത് ടേൺ ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇത് അങ്ങ് കട്ടിയാവും. ഇതേപോലെ ഫുൾ ആ താഴ്വശം ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇനി കാരമലൈസ് ചെയ്ത പാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇനിയും ബാക്കി എങ്ങനെയാന്ന് നോക്കണ്ടേ. ഇനി ഫസ്റ്റ് നമ്മൾ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനിപ്പം ഇലക്ട്രിക് ബീറ്റർ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നോർമൽ ഇങ്ങനത്തെ ബീറ്റർ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ഫ്ലഫി ഒന്നും ആവണ്ട. ഇതിപ്പം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം എന്തായാലും വേണ്ടി വരും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനിയും ഇതിലേക്ക് നമുക്ക് പാല്, അത് തിളപ്പിച്ചരച്ച പാലും ആവാം, അതല്ല ഇപ്പം ഞാനിവിടെ തിളപ്പിച്ചിട്ടില്ല. ഇവിടെ കിട്ടുന്ന പാൽ അങ്ങനെ തിളപ്പിക്കണമെന്നില്ല. നമ്മൾ കസ്റ്റേർഡ് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയല്ലേ ചെയ്യുക. നിങ്ങൾക്ക് ബോയിൽ ചെയ്താണ് വേണ്ടതെങ്കിൽ ബോയിൽ ചെയ്തിട്ട് റൂം ടെമ്പറേച്ചർ ആക്കേണ്ടി വരും. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനിയും ഇതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും, ഇപ്പം മുട്ടയായി, പാലായി, ഇനി പഞ്ചസാരയും പിന്നെ വാനില എസൻസ്, ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ്, അതിനകത്ത് പഞ്ചസാര ഒന്നും കിടക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷെ നന്നായിട്ട് പഞ്ചസാര അലിയണം. ഇപ്പോൾ ഉള്ള അത്രയും മധുരം നമുക്ക് സ്റ്റീം ചെയ്ത് നമ്മൾ എടുക്കുമ്പം ഉണ്ടാവില്ല. കുറച്ചൊരു കൂടുതൽ മധുരം ഇപ്പോൾ ഉള്ള പോലെ തോന്നും. ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണം. ഈ മുട്ടയുടെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു തരി കാണില്ലേ, അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്യുന്നത്. ഇതിപ്പം മുമ്പേ ഞാൻ കാരമലൈസ് എല്ലാം ചെയ്തിട്ട് ഒഴിച്ചു വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം ഫുള്ള് കട്ടിയായി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അത് നീങ്ങില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആ ചൂടോടുകൂടെ തന്നെ ഒഴിക്കാൻ പറയുന്നത്. ഇനിയും ഇതിലേക്ക് ഇതൊന്ന്
ഇതേപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണം. ഇങ്ങനെ ഇതിപ്പം ഞാൻ ഒന്ന് ഫിൽട്ടർ ചെയ്ത് വെച്ചു. കണ്ടില്ലേ, ഇപ്പം ആ മുട്ടയിലുള്ള കുറച്ച് പാട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് മാറ്റാനായിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെയാണ് ഇതിലേക്ക് ഒഴിക്കണതെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കും. ഇത് നമ്മൾ ഇതേപോലെ ഒരു അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കാരണം ഇത് ടൈറ്റായിട്ട് കവർ ചെയ്യണം. ഇത് ആവിയൊന്നും ഇതിനകത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ടൈറ്റായിട്ട് കവർ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഇതൊരു പ്രഷർ കുക്കറിൽ വെച്ച് നമുക്കൊരു 20 to 30 minutes നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. വെയിറ്റ് ഒന്നും വെക്കണ്ട, വെറുതെ പ്രഷർ കുക്കർ അടച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 20 to 30 minutes ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുക്കറിൽ ഞാനൊരു 30 minutes സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നത്, ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, ഇത് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒരു 10-15 മിനിറ്റോളം നമുക്കിത് ഒന്ന് പുറത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. കാരണം കാരമൽ കസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചൊന്ന് തണുത്തിട്ട് കഴിക്കണ്ട, എന്നാലല്ലേ ആ ടേസ്റ്റ് വരുള്ളൂ. അരമണിക്കൂറോളം ഞാനിപ്പം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളുടെ കാരമൽ കസ്റ്റേർഡ് ഇവിടെ റെഡി. ഇന്ന് കാണിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യില്ലേ?